ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മൾ കുറേ ദിവസം വ്ളോഗ് ഇടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് DM ചെയ്തിരുന്നു. പിന്നെ ഷോർട്സ് ഇടുമ്പോഴൊക്കെ കമന്റിലൊക്കെ വരുന്നുണ്ടായിരുന്നു വ്ളോഗ് ഇടാത്ത ചോദിച്ചിട്ട്. നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇന്ന് ഒരു ഇഫ്താർ പരിപാടിക്ക് പോണ വ്ളോഗാണ് കാണുന്നത്. അതിൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. എനിക്ക് ജിമ്മി ഫ്രീ വന്നപ്പോൾ തന്ന ഒരു കോസ്റ്റ്യൂം കേട്ടോ. സെറ്റല്ലേ? ഇതിന്റെ സെയിം ടിന്നിങ് ഇഫ്രക്കും ഉണ്ട് കേട്ടോ. പിന്നെ അതിക്ക് പറ്റിയൊരു മാച്ചിങ് ബാഗൊക്കെ ഞാൻ ഇട്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഒരു കൺസൾട്ടൻസിന്റെ നോമ്പ് തുറ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇൽമ ഏജൻസിന്റെ നോമ്പ് തുറക്കാണ് പോണേ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ബസാറിലാണുള്ളത്. ഇതിന്റെ ഉള്ളിൽ കൂടെ ആണെന്ന് കയറി പോകണം. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ വിശേഷം കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ ബെല്ലേക്ക്. ഇവിടുത്തെ ഇപ്പൊ ഞാൻ വരണ നോക്കിണ്ട് അതേപോലെ നോക്കി ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചിരിക്കണം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 10K ആവാനായിട്ട്. ഓക്കെ റഹ്മത്ത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാരും എന്നെ നോക്കണടാ. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം, നമ്മളോട് നല്ല സംസാരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ നോക്കാം. അവിടെ എല്ലാ ദിവസവും സമൂസ ഉണ്ടാവലുണ്ട്. ഇത് ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ സ്ത്രീകള് വെക്കണ തൊപ്പിയാണ് കേട്ടോ. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 40 ദിവസം ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സോ അല്ലെങ്കിൽ മിനിമം ക്യാപ്പെങ്കിലും ഇതാക്കണം. നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഓരോ ആൾക്കാരെ അങ്ങനെ ക്യാപ്പ് വെച്ച് കണ്ടിട്ടുണ്ട്. ഓരോ ഇവിടുത്തെ ഡ്രസ്സ് കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് നാട്ടിൽ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു കസാക്കിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാൻ ഏറ്റിന്റെ കല്യാണത്തിന്. അപ്പം ഇവിടുത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇടും. എനിക്ക് ജോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ ജോയിൻ്റെ ഇവിടെ കുടുങ്ങുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരു പുതിയൊരു എക്സ്ട്രാ പല്ല് വന്നിക്കണേ. അതിനോട് കളയാൻ കുറേ പ്രാവശ്യം പറഞ്ഞതായിരുന്നു, പക്ഷെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹായ് ഗൈസ്, ഇവിടുത്തെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ഡ്രസ്സ് കണ്ട ഇതൊക്കെ ഇട്ട ഭയങ്കര സീനാവൂലേ. ആ സാധനമൊക്കെ വെച്ച് ഗൗൺ അടിച്ച നല്ല രസം ഉണ്ടാവും നാട്ടിൽ കൊണ്ടുപോയിട്ട്. ആണെങ്കിൽ ഇവിടുന്ന് കട്ട് പീസ് കൊണ്ടുപോയിട്ട് ലെഹങ്കക്കുള്ള സ്കേർട്ടൊക്കെ ഇവിടുന്ന് അടിക്കാം. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയോ. നല്ല രസമല്ലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഓരോ ഏരിയയിലും ഓരോ സാധനങ്ങളാട്ടോ. ഇവിടെ കുറെ റണ്ണിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അതാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഇന്നെ നോക്കണി. എനിക്ക് നാളെ വരുന്നി. എല്ലാരും എന്നെ നോക്കി ചിരിക്കണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സ്ഥലത്ത് നിന്ന് വീടൊക്കെ ചെയ്യണ. എല്ലാരും എന്നെ നോക്കി ചിരിക്കണ്. എനിക്കെന്നെ ചിരി വരുന്ന കണ്ടിട്ട്. കാരണം തുറക്കാനും പറ്റില്ല, പക്ഷെ എനിക്ക് സംസാരിക്കും വേണം. വോയിസ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കണേ, പക്ഷെ അതെന്തായാലും നടക്കൂല എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കില്ല. നോക്ക്, ഇത് നാട്ടിക്ക് കൊണ്ടുപോയിട്ടേ ലെഹങ്കക്ക് സ്കേർട്ട് അടിപ്പിക്കല്ലേ. അത് നല്ല രസമുണ്ട്. ഞാൻ സൽമാനോട് എനിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞു അവനെ ക്യാമറമാനായി കൊണ്ടുവന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഞാൻ എൻ്റെ എൻഗേജ്മെന്റിന് ഇതേക്കാരം സ്കേർട്ട് കേട്ടോ. സെറ്റാവും. ഗ്രീനൊക്കെ ചാതി രസമാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് അല്ലേ? ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. നല്ല അടിപൊളി വർക്ക്. പിന്നെ സെക്ഷനിലേക്കാണ് എത്തിയത്. ഷൂ, ജാക്കറ്റ്സ്, അതേപോലെ തെർമൽസ്, ഡ്രസ്സുകളൊക്കെ ഉള്ള സെക്ഷനിലേക്ക്. നമ്മുടെ നാട്ടില് മോഡൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാവരും നോക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ആൾക്കാർ നമ്മളെ കാണുമ്പോൾ എപ്പോഴും സലാം പറയും, നമ്മളോട് സംസാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻസിനെ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സ്പെഷ്യലായിട്ട് മൂവീസ് ഒന്നുമില്ല. അവർ പഴയ ഹിന്ദി മൂവീസൊക്കെ ഉസ്ബെക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മളോട് ഇത്ര സ്നേഹം. നമ്മൾ ഈ കാർവോൺ ബസാറിൻ്റെ ഉള്ളിലെത്തി, സെൻട്രൽ പോർഷനിൽ എത്തിട്ടോ. എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് ഇവരാരും കാണില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് സെൻട്രൽ ഏഷ്യയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ, സംസ എന്ന് പറയും. ഇതിന്റെ സ്ട്രക്ചർ വൈസ് ഓരോ കൺട്രീസിലും ചെറിയ മാറ്റമുണ്ട്. കസാക്കിൽ ഇത് ഇങ്ങനെയല്ല, പക്ക പഫ്സിന്റെ ഔട്ടർ ലൈൻ പോലെയാണ്. ഇവിടെ അതൊരു ഈഗി ടൈപ്പാണ്. ഇതിൽ ചിക്കനും മീറ്റൊക്കെ ഫില്ലിംഗ് ആണ് ഉണ്ടാവാം. നമ്മൾ അതിൽ മസാല ആക്കിയൊന്നല്ല കേട്ടോ. സമൂസന്റെ പഫ്സിന്റെ മിക്സ് സംസ. നാരങ്ങ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഓറഞ്ചിന്റെ കളറുള്ള നാരങ്ങ, പക്ഷെ നല്ല വിലയേക്കാരത്. കെൻസ രണ്ടെണ്ണത്തിന് 10,000, 70 രണ്ടെണ്ണത്തിന്.
₹7 2 നാരങ്ങ, എന്താ അപ്പൊ അത്? ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ നാരങ്ങളും കുടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, നാരങ്ങളും കുടിക്കലേ ഇല്ല. പിന്നെ എനിക്ക് ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ നല്ല സാലഡ്സ് ഉണ്ട്, കുറേ സാലഡ്സ് ഉണ്ട്. എനിക്കത് കാണുമ്പോൾ എന്തോ പോലെയാണ് തുറന്നു വെച്ചിട്ട് സാലഡ്സ് വെക്കുമ്പോൾ. ചിലപ്പം അത് എൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചോടുന്ന് വാങ്ങുന്നതിനോട് ഞാൻ ഒട്ടും യോജിപ്പല്ല. വുമൻസ് ഡേ ആവാനായല്ലോ, അപ്പോൾ പെരുന്നാൾ ആവാനായി, അതുകൊണ്ടാണ് ഇത്തിരി ഫ്ലവേഴ്സ് ഇട്ട് അവിടെ കണ്ട. എനിക്ക് ഇങ്ങനെ ഫുഡ് തുറന്ന് വെച്ച് കാണുള്ള സാധനങ്ങൾ കണ്ടുകൂടാ. സാലഡ്സ് ഒക്കെ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറയണൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര സുഖന വേണം. പിന്നെ ആപ്പിള് റെഡ് കളർ ഷുഗർ സിറപ്പിലൊക്കെ മുക്കിയൊക്കെ വെച്ചാണ് സെറ്റ്. ഇനി നമുക്ക് ഫ്രൂട്ട് സെക്ഷനിൽ പോവാം. ഇവിടുത്തെ കുറേ ആൾക്കാർ എനിക്ക് അറിയാം കേട്ടോ, കാരണം ഞാൻ ഇവിടെ നടുക്കടക്ക് ഫ്രൂട്ട്സ് ആകോട്ടെ. ഇവിടുത്തെ കുറേ ആൾക്കാരുടെ നല്ല കമ്പനി ഉണ്ട്. ഗ്യാസൊക്കെ വരൽ തുടങ്ങി, 5:30 ആയിട്ടുള്ളൂ, അപ്പത്തിന് ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമാണ്. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷാണ്. ആപ്പിളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടും പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രഷ് ആയിട്ടാണ് സാധനങ്ങളൊക്കെ കിട്ടുക. ഇപ്പോൾ വാറൊക്കെ നടക്കുന്നതുകൊണ്ട് പ്രൈസ് കൂടുമ്പോൾ എനിക്ക് തോന്നുന്നത് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഇവിടെ വെയിറ്റ് കൂടാൻ ചാൻസ് കുറവ്. പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രെഡാണിത്. ഇതെല്ലാം ഹോം മെയ്ഡ് ആട്ടോ. അസ്സലാമു അലൈക്കും. ഇതെല്ലാം ഹോം മെയ്ഡാണ്. ഇതിന് ഞണ്ണ് എന്നാ പറയാം. ഇത് ഇവിടുത്തെ ആൾക്കാർ ട്രഡീഷണലായിട്ട് വീട്ടിലുണ്ടാക്കണതാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവർ മെയിനായിട്ട് ഫുഡ് കഴിക്കുക. നമ്മൾ ചോറ് കഴിക്കുന്നതിന് പകരം ഇവരെല്ലാവരും ബ്രെഡാണ് കഴിക്കുക. അത് കുറേ മോഡലിൽ അവർ ചെയ്ത് വെച്ചിരിക്കണം, പരത്തിയിട്ടും ഉരുട്ടിയിട്ടൊക്കെ. എന്താണ് എടുക്കലെന്ന് പറഞ്ഞേ? ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണോ ചോദിച്ചിട്ടാണോ അവർ സംസാരിച്ചത്? യോക്ക് മലാദിസ് പറഞ്ഞാൽ എന്താ ഗുഡ് നോ എന്ന് തോന്നുന്നു. ഓ, മല്ലിച്ചപ്പ് ഇങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ, നമ്മളെ നാട്ടിൽ കിട്ടില്ല ഇത്ര ഫ്രഷ് മല്ലിച്ചപ്പൊന്നും. സ്ട്രോബെറി ചെറുതായിട്ട് വരൽ തുടങ്ങി കേട്ടോ. ഇനി സീസൺ ആയാലും സ്ട്രോബെറിക്ക് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പം നല്ല പൈസ ഉണ്ട്, ഇപ്പം 500 600 ഒക്കെ ഉണ്ടാവും കിലോന്. പക്ഷെ സീസൺ ആയി കഴിഞ്ഞാൽ ചെറിയ പൈസ ഉള്ളൂ. അപ്പം നമുക്കിനി മെസ്സിക്ക് പോവാം. ഞാൻ കിച്ചണിൻ്റെ ഉള്ളിൽ കൂടിയാണ് മെസ്സിക്ക് കയറാൻ വേണ്ടി പോണേ. മെയിൻ എൻട്രൻസ് കൂടി ഞാൻ പോവില്ല, കിച്ചണിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് മെസ്സി കയറാം. അവിടെ എന്താ പരിപാടി എന്ന് പോയേക്കട്ടോ. അതിൽക്ക് തന്നെ ഒരു പട്ടി ഇരിക്കുന്നുണ്ടല്ലോ. നമുക്ക് മെസ്സിന്റെ കിച്ചണിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ നേരെ കയറി ചെല്ലണേ. പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട്. അസ്സലാമു അലൈക്കും. ഒക്കെ റെഡിയാക്കി ചിത്ര പെട്ടെന്ന്. അസ്സലാമു അലൈക്കും. എന്റെ വ്ളോഗാ, എന്റെ സ്വന്തം വ്ളോഗാ യൂട്യൂബില്. എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യല്? ബിരിയാണി, സമൂസ. അവിടെ ഒരുക്കിയൊക്കെ തുടങ്ങിയോ? എടുത്തോളൂ. ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയാ? ഇല്ലടാ, ഞാൻ നേരത്തെ പോടാ. ആരതൊക്കെ സെറ്റ് ചെയ്തേ? വ്ളോഗ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലല്ലോ വരണീന്. എനിക്ക് മടിയോട്. ഇൻസ്റ്റാഗ്രാമിലാണോ? എന്തൊക്കെയല്ലേ? കട്ട്ലേറ്റ്, സമൂസ. ഹലോ, ഷബാനു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അസ്ലമേ. ഇത് മൂരി ഫ്രം കണ്ണൂർ. ഇവിടെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അസ്ലമേ, അതിൽ ഇതെന്താ സാധനം? ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച എന്തോ സാധനമാണ്. അത് വെച്ചിങ്ങനെ പോകുന്നുണ്ട്. അതാണ് നമ്മളെ മെസ്സ്. വലിയ മെസ്സാണ് കേട്ടോ. ഇത്ര ആൾക്കാർക്ക് ഇന്ന് 200-250 ആളിൻ്റെ നോമ്പ് തുറയാണ് അതുള്ളത്. വയറിലെ ഏറ്റവും വലിയ നോമ്പ് തുറയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്.
ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പിള്ളേരാണ്. പേര് പറയൂ. ഗോകുൽ, പേര് പറയൂ. ആദിൽ, അനസ്, അരീസ്, അബ്ദുറഹ്മാൻ, ഷെയ്മ, സന, അൻസൻ. എല്ലാവരും നമ്മൾ ഫസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇവരാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. ഈ ഫുൾ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഇവരാണ്. ഇത് നമ്മുടെ ബോസ് നിയാസ്ക. എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്താ എനിക്ക് പറയണ്ടേ? നമ്മളെ ഇഫ്താറിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഇഫ്താർ പൊളിയാണ്. എത്ര ആൾ ഇഫ്താർ? ഒരു 250 ആൾ. 150. ബുഹാറ കണ്ട ഏറ്റവും വലിയ ഇഫ്താർ. ഈ ബുഹാറ കണ്ട ഏറ്റവും വലിയ ഇഫ്താർ പൊളിക്കും. ഇത് പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അതാണ് നമ്മൾ നോമ്പ് കുറിച്ചിട്ട് നിസ്കരിക്കുക. ഇമാമ അവിടെ നിൽക്കും. ഇമാമിനുള്ള സ്ഥലങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് 3 കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നിസ്കരിക്കുക. എങ്ങനെയുണ്ട് സമൂസ? എല്ലാ പരിപാടിക്കും പോയാലുണ്ടാവും ഒരാൾ എല്ലാം ചെയ്യാണ്ട്. ഞങ്ങളുടെ സ്വന്തം അശ്വിനി. അപ്പം എല്ലാവരും നോമ്പൊക്കെ തുറന്ന് റാഹത്തായി. ഗേൾസ് ഈ സൈഡിലും ബോയ്സ് ടേബിളിലുമാണ് ഇരുന്നിരുന്ന നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഇഫ്താറിന് 200 സംതിങ് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കിയ ആൾക്കാരെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തരാം. ഇതിൻ്റെ സ്വന്തം കോയാക്കാൻ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ആൾ പറയും. പരിപാടി സൂപ്പറായിരുന്നു. ഇന്നെന്താ ബിരിയാണി ഉണ്ടാക്കി, സമൂസ ഉണ്ടാക്കി, കട്ട്ലേറ്റ് ഉണ്ടാക്കി. നാട്ടിൽ മലപ്പുറം. പിന്നെ നമ്മളെ പുതിയ ഷെഫാണ് റസാഖാക്ക. എന്ത് പറയാ, എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഇന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഫണ്ട. 200-ന് മേലെ കുട്ടികളുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ 200-250 പേർക്ക് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ജ്യൂസ് ഉണ്ടായിരുന്നു, റോസ ജ്യൂസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ച് എന്ത് ക്ഷീണം, നോമ്പിനൊന്നും ക്ഷീണമൊന്നും പറയാൻ പാടില്ല. അടിപൊളി. മാന്യ സദസ്സിന് വന്ദനം. വന്ദനം. ഞാനും ഇജ്ലാലും ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്നത്തെ നോമ്പ് തുറയുടെ ആശംസകൾ. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തന്ന കോയക്ക, റസാഖാക്ക, ഇൻഷാദിക്ക എല്ലാവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഓടി കഷ്ടപ്പെട്ട, നോമ്പ് തുറക്കാൻ ബുദ്ധിമുട്ട അശ്മിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ നമുക്ക് നോമ്പിന് വേണ്ടി ഇത്രയും സജ്ജീകരണങ്ങൾ സെറ്റാക്കി ഇത്രയും അലങ്കരിച്ച ജൂനിയേഴ്സിനും പാരിസക്കും എല്ലാവരോടും നമ്മുടെ സ്വന്തം അശ്വിക്കും അപ്പം നമ്മളെ നോമ്പത്തോറൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നോമ്പ് തുറക്കാൻ എടുക്ക് എല്ലാവരും കൂടി പറഞ്ഞത് ഭയങ്കര തിരക്കായി. പിന്നെ എനിക്കെന്തോ ഷൈയൊക്കെ ആയി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പേര് ബാക്കിയുണ്ട്. ബാക്കി എല്ലാവരും പോയി. നല്ല പരിപാടിയായിരുന്നു. ബിരിയാണി, കട്ട്ലറ്റും സമോസയും പിന്നെ അരിശിപ്പത്തിരി പോലത്തെ ഒരു പത്തലൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബോക്സായിരുന്നു, ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഒരു 200 സംതിങ് ആൾക്കാർ പരിപാടിയായിരുന്നു. പിന്നെ നമ്മളെ ഡീൻ ഓഫീസിൽ നിന്നും കുറേ ആൾക്കാരാണ്. ഇപ്പോൾ നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് ഇവിടുത്തെ ലോക്കൽ ബസാർത്തെ വിഷ്വൽസൊക്കെ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറയാൻ മറന്നു. ടാറ്റാ.